ഹായ്, ഞാനിപ്പോ വന്നിരിക്കുന്നത് നവജീവൻ ചാരിറ്റബിൾ ഓൾഡ് ഏജ് ഹോമിലേക്കാണ്. അവിടെ കുറെ ഏട്ടന്മാരും നമ്മുടെ അച്ഛനൊക്കെ അങ്ങനെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ട്രസ്റ്റ് നടത്തുന്ന രണ്ടുപേര് ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത്. അവര് നമ്മൾ ഒപ്പം ഉണ്ട്. അപ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അറിയണമെന്നുണ്ട്, നിങ്ങളെ അറിയിക്കണമെന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു 10-12ഓളം പേര് ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് നടത്തി പോകുന്നതിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം, അത് ഫിനാൻഷ്യലി സപ്പോർട്ടായാലും അല്ലാത്ത ലീഗലി ഉള്ള കാര്യങ്ങളായാലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് പറയാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പൊ അതിന്റെ ഒരു വശം നമുക്ക് ഇതിലൂടെ കാണിക്കണമെന്ന് എനിക്കുണ്ട്. അതിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ ആർക്കെങ്കിലും അത് ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ വ്യക്തികളോ ഒക്കെ ആയാലും ഇവിടെ എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. അങ്ങനെ താല്പര്യമുള്ളവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യണം. എന്താ പേര്? പേര് രാജഗോപാൽ. രാജഗോപാൽ. എന്ത് ജോലിയാ ചെയ്തിരുന്നേ? സാങ്കേതിക വിദ്യാഭ്യാസ സ്കൂള് നടത്തിയിരുന്നു. പ്രിൻസിപ്പൾ ആയിരുന്നു. അതെ. അതാണ് ആ ഗൗരവം എല്ലാം മുഖത്തുണ്ടായിരുന്നത്. 27 വർഷം. അപ്പം ഫാമിലിയൊക്കെ? ഫാമിലി 2 പെൺകുട്ടികളാണ്. കല്യാണമൊക്കെ കഴിപ്പിച്ചോ? കല്യാണം കഴിച്ചു. അവിടെ സുഖമായിരിക്കുന്നു. കാണാൻ വരാറുണ്ടോ? നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. അതില്ലല്ലോ, കേസാണ്. അതൊക്കെ അത് പോട്ടെ. ഇപ്പൊ നമ്മളെല്ലാരും ഇപ്പൊ ഒരു ഞങ്ങളുടെ കൂട്ടുകാര് ഇരിക്കുന്നവരൊക്കെയാണ് നമ്മളെ കൂട്ടുകാർ. പിന്നല്ല, ഇവിടെ നിങ്ങൾക്ക് ഒരു അസുഖവും ഇല്ലാതെ ഒരുപാട് നാള് സന്തോഷത്തോടെ ഇവിടെ കഴിയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കണുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഇത്തിരി പഴയ ആൾക്കാരായിട്ട് ആയുസ് നല്ലോണം ചിലപ്പോ കാണും. അന്നേരം ഞാനും പൈസ പോയി ഇങ്ങോട്ട് വരും നിങ്ങളുടെ കൂടാനായിട്ട്. എന്നിട്ട് നമുക്ക് എന്നെ വൈകിട്ട് ഗാനം വിളക്കെ നടത്തുന്ന സെറ്റാക്കോ. അപ്പൊ ഇവിടെ വന്നിട്ട് മനസ്സിന് സന്തോഷാണല്ലോ. സന്തോഷാണ്. ഇത് എന്താണ് പേര്? ഞാൻ അച്ഛന്ന് വിളിച്ചോട്ടെ? പാലക്കാട് ആലത്തൂര്. പാലക്കാട് നിന്നാണ് ഇവിടെ വന്നേ? ആലത്തൂര് കേട്ടിട്ടുണ്ട്, പ്രശസ്തമായ സ്ഥലമല്ലേ. എന്ത് ജോലിയാ ചെയ്തിരുന്നേ? ഹോട്ടലില്. അവിടെ തന്നെ പാലക്കാട് തന്നെ? കൊറേ വർഷം, 10-30 വർഷം അവിടെ തന്നെ. മക്കള് 3 ആളുണ്ട്. 2 പെണ്ണും ഒരാണും. 2 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു. ഒരാൺകുട്ടി വേറിലാണ്. അവർ നല്ല സ്ഥിതിയിൽ ഇരിക്കണം. ഷേക്കിന്റെ അവിടെ ഡ്രൈവറാണ്. എന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. വേണ്ട, നമുക്ക് അതിനെ കുറിച്ച് പറയണ്ട. നമ്മളൊക്കെ ഇല്ലേ? നമ്മളൊക്കെ ഇല്ലേ? അല്ല, നിങ്ങളെ കാണാൻ വന്നേ. എന്റെ അടുത്ത് രാജേഷേട്ടൻ അറിഞ്ഞിട്ട് ഞാൻ വന്നതല്ലേ. സങ്കടാവല്ലേ? നമ്മളെല്ലാരും ഒരു കുടുംബമല്ലേ ഇപ്പൊ. അതിനെ കുറിച്ച് ആലോചിക്കണ്ട. ഞാനൊരു മോള് ഇതാ നിൽക്കുന്ന ഈ ക്യാമറ എടുക്കണ ശില്പ, ഇവളെ പേര് ശില്പ. ഇവളും പോലീസുകാരിയാണ്. ഇവളും മോള് ഇതായിരിക്കണം മാഡം. അവരും മോള്. എല്ലാ ആൾക്കാരും നമ്മളെല്ലാം ബന്ധുക്കളല്ലേ. അത് നമുക്ക് ആ വിഷയം വേണ്ട. ഞാനേ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരിക്കണതാണ് നിങ്ങളെ കൂടെ. സന്തോഷായിട്ടിരിക്കണം. വീട് എവിടെയാ? പട്ടാമ്പി. അത് പാലക്കാട് ജില്ല. അപ്പൊ പാലക്കാടുള്ള ഒരു ഫ്രണ്ട്സ് ആയല്ലോ. എന്ത് പേരെന്താ? രാമകൃഷ്ണൻ. എന്താ ജോലി ചെയ്തിരുന്നേ? ടൈലിന്റെ പണിയോ? ടൈലർ. ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. ഒന്ന് ചിരിച്ചേ. ആകെ ചിരിക്കും അല്ലേ? പിന്നല്ല, ആണോ? നമ്മൾ കാണുമ്പോലെ അല്ല. അപ്പൊ വലിയ പുള്ളിയാണ്. എനിക്ക് ഒരാളെ അറിയുള്ളൂ. ബാക്കിയൊക്കെ തോടാ. എന്റെ പേര് രാജൻ. എന്ത് ജോലി? സ്ഥലം തിരുവല്ല. സ്ഥലം ഞാൻ ചോദിക്കുമ്പോ അങ്ങ് പറഞ്ഞു. എന്ത് ജോലിയാ ചെയ്തിരുന്നത്? ജോലി ഞാനിപ്പോ ഈ അസുഖം വരുന്നതിന് മുന്നായിട്ട് ചെയ്ത് ഓളോവിസ് കമ്പനി കട്ടയടിക്കുക. അവിടെ വെച്ചാണ് ഈ പോക്ക് വന്നത്.
സ്ട്രോക്ക് വന്നത്. സ്ട്രോക്ക് വന്നതിന് ശേഷം ഉം. എന്നെ അവിടുന്ന് ഈ മാഡം രണ്ടുപേരും കൂടെ വന്ന് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു. ഇപ്പൊ അസുഖമൊക്കെ ഏതാണ്ടൊക്കെ ഒരു ഭേദമായി നടക്കാനൊക്കെ കുറച്ച്. ഇപ്പൊ ഞാൻ നടക്കും, ഇപ്പൊ പക്ഷേ അടിപൊളി. കൈ അങ്ങോട്ട് ശരിയായിട്ടുണ്ട്. എങ്കിലും അതിന് വേണ്ടി തെറാപ്പി ചെയ്യുന്നുണ്ട്, മരുന്നും ഗുളിക എല്ലാം ഉണ്ട്, എല്ലാം ഇവിടുന്ന് വാങ്ങി തരുന്നുണ്ട്. എന്റെ എല്ലാ കാര്യവും അന്വേഷിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്നാ പേടിക്കണം? എന്താ പേടിക്കണത്? ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ വർത്താനം പറയാൻ ആളുണ്ട്. പിന്നെ ഇവിടെ വന്ന ഒന്ന് ചിരിക്കി ചിരി അല്ലെങ്കിലേ ഇതിന്റെ മുഖത്തുണ്ട് അല്ലേ? എന്താ? ശിവദാസൻ. എവിടെയാ വീട്? വേങ്ങര. എന്ത് ജോലിയാ ചെയ്തിരുന്നേ? ഓ, സുഖമില്ലാണ്ടായി. അല്ല, മുന്നേ ചെറുപ്പത്തില് എന്ത് ജോലിയായിരുന്നു? എല്ലാ ജോലിയും ചെയ്യും അല്ലേ? അത് മതി. മന്നൻ എന്നാണ് പേര്, പെരിന്തൽമണ്ണ എന്നാണ് വരുന്നത്. മൂപ്പര് എന്ത് പണിയാ ചെയ്തിരുന്നൊക്കെ അറിയോ? ഇല്ല, ഒന്നും അറിയില്ല. സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണ്. പക്ഷെ നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാവും, അതിനനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാവും എന്ന് മാഡം പറഞ്ഞു അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഹാപ്പി. നമ്മൾ ഈ കുഞ്ഞുട്ടി എവിടെ നിന്ന് വന്നതെന്ന് വെച്ചാല് പാലക്കാട് നിന്നാണ്. 3 ആളുണ്ട് ഇവിടെ പാലക്കാട്ടുകാര്. കുസൃതിയാണെന്നൊക്കെ കേട്ട് സത്യാണോ? ആന്ന്. ഈ കുഞ്ഞൂസിന് എത്ര വയസ്സായി? 95. എന്താ 95 വയസ്സ് കഴിഞ്ഞാണ് കുഞ്ഞൂസിന് അല്ലേ? ക്യൂട്ട്. 100 ആയിട്ട് വേണം ഇവിടെ ഒന്ന് ആഘോഷമാക്കാൻ. പിന്നെ അല്ല, അപ്പൊ ഞങ്ങളെ വിളിക്കില്ലേ? പിന്നെന്താ? ഇപ്പൊ കൊറോണ ഇതൊക്കെ കൂടി ആയിട്ട് പിന്നെ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചു കൊടുക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാല് കോഴിക്കോട് ബീച്ചിലാവും. കോഴിക്കോട് ബീച്ചില്. എന്റെ അമ്മേ, അടിപൊളിയല്ലേ അല്ലേ? പിന്നെ ബീച്ചിൽ പോയി എന്ത് ജോലിയാ ചെയ്തിരുന്നത്? എല്ലാ ജോലിയും ചെയ്യും. കണ്ടത്തില് പണിക്ക് പോകും. വീട്ടുകാരൊക്കെ പോയി. കുഴപ്പമില്ല. ഇപ്പൊ ഇവരെല്ലാം വീട്ടുകാരായില്ലേ? പിന്നെ അല്ല, നല്ല സന്തോഷമല്ലേ? കുട്ടികളൊക്കെ വരും കാണാൻ, നമ്മള് വരും, നമ്മള് ഇനിയും വരും. എന്റെ പേര് സബൂറ. ഞാൻ മുസ്ലിമാണ്. ചിത്രമൊക്കെ നമ്മളെ വരയ്ക്കും. ആദ്യം ഞാൻ ഇവരെ കാണാൻ വന്നതല്ലേ. പിന്നെ അല്ല, ഈ കുഞ്ഞു ക്ലാസ്സിൽ വന്നിട്ട് ഈ കുഞ്ഞൂസിനെല്ലാം ഇഷ്ടപ്പെടാതെ എങ്ങനെ പോണത് മനുഷ്യന്മാര്? എന്താ നിങ്ങളെ പേര്? എന്റെ പേര് ഒസാങ്കുണത്ത് മുഹമ്മദ്. മുഹമ്മദ്. അഞ്ചുപറമ്പിലാണ് താമസിച്ചത്, വാടക റൂമിൽ. അഞ്ചുപറമ്പ് മലപ്പുറത്താണ് തന്നെയാണോ? അഞ്ചുപറമ്പ് പിന്നെ കരിമ്പിലിന്ന് കണ്ട് വേങ്ങരന്ന് കണ്ട് പോയിരുന്നില്ലേ? അഞ്ചുപറമ്പ് കണ്ട് പോയിരുന്ന സ്ഥലത്ത് അവിടെ താമസിച്ച ഒരുപാട് കാലം. ഇപ്പൊ വീടും സ്ഥലമൊന്നും ഇല്ലായിട്ട് പഞ്ചായത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, ഊരകം പഞ്ചായത്തിൽ. അവിടുന്ന് പെൻഷനൊക്കെ വരലുണ്ട്. പെൻഷൻ ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടൂല, അങ്ങനെ ആയിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോ എപ്പോ വരികയെന്ന് പറയാൻ പറ്റൂല. ഇന്നാള് ഒരു മാസത്തേറ്റ വന്നു. 5 മാസം 6 മാസം ഒക്കെ ഉണ്ട് അവിടെ. അവിടെ ആരൊക്കെ ഉണ്ട് വീട്ടില്? എനിക്ക് ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു, ഒരു ഏഷ്ടം മരിച്ചു, ഒരു അഞ്ചൻ മരിച്ചു. പിന്നെ അവിടെ ഉള്ളവരെല്ലാം ഇപ്പൊ ഉള്ള സ്ഥലത്തൊക്കെ പാടെ പോലെ ഇരുന്നിട്ട് താമസിക്കാം. എനിക്കിപ്പോ സ്ഥലം വീടില്ലാതെ ഞാൻ പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ വന്നതാണ്. മോഹനൻ. എവിടെയാ ഞങ്ങളെ നാട്? തലശ്ശേരി. തലശ്ശേരിന്ന് ഇങ്ങോട്ട് വന്ന് എന്ത് ജോലിയാ ചെയ്തിരുന്നേ? സ്വർണ്ണപ്പണി സ്വന്തമായിട്ട് ജ്വല്ലറിയിലൊക്കെ ഉണ്ടായിരുന്നു. ജ്വല്ലറി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ അതൊക്കെ പോയി. എനിക്ക് വന്നാല് പോവോ? ഇല്ല. ഇവിടെ സന്തോഷല്ലേ? ഇവരെല്ലാമായിട്ട് നല്ല കൂട്ടായില്ലേ? ആണ് ഈ ക്ലാസ്സിലെ ലീഡർ. വലിയ സംഭവമാണ്. ഈ സ്ഥാപനത്തില് ആദ്യം വന്ന കുട്ടിയാണിത്. ഈ ക്ലാസ്സിൽ ഫസ്റ്റ് ജോയിൻ ചെയ്ത കുട്ടിയാണ്. കുട്ടിയെ പിന്നെ ലീഡറായിട്ട് അങ്ങോട്ട് തിരഞ്ഞെടുത്തു. സ്വയം ലീഡറായ കുട്ടിയാണ്. എന്നിട്ട് കുട്ടി ഇപ്പൊ നന്നായിട്ടാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്. എല്ലാ കാര്യങ്ങളും കുട്ടി മെയിൻറ്റെയിൻ ചെയ്ത്, ഇവിടെ മാഡം ഒന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാഡം ഇല്ലാത്തതിന്റെ ആ കുറവൊന്നും കാണിക്കാണ്ട് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുട്ടിയാണ് ഈ കുട്ടി.
ഇല്ല കുട്ടിയെ പറ്റി പറയൂ. കുട്ടീന്റെ പേരെന്താണ്? എന്റെ പേര് ബഷീർ, തൃശ്ശൂരാണ്. തൃശ്ശൂര് വീട് തൃശ്ശൂരാണ്. അല്ലേ ഇപ്പൊ? സന്തോഷം പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. സന്തോഷമാണ്. നിങ്ങളല്ലേ ഇപ്പൊ എല്ലാരും സന്തോഷിപ്പിക്കണേ. എന്തായാലും പറയേണ്ടതൊക്കെ പറയും. അങ്ങനെ അവരെ എന്നെ ആ പറയേണ്ടത് പറയും. ലീഡർ അങ്ങനെയാണല്ലോ. നമ്മള് സംസാരിക്കുമ്പോ പേരെഴുതണം, വികൃതി ഉണ്ടാക്കിയ ടീച്ചറെ പറയണം. ലീഡർ അങ്ങനെയൊക്കെ ആണല്ലോ. ലീഡർ അങ്ങനെ നിക്കണം. നല്ല കുട്ടികൾ കേൾക്കണം. എന്ത് കാര്യം ഉണ്ടായാലും പിന്നെ പിന്നത്തേക്ക് വെക്കില്ല. പറയുമ്പോ കറക്റ്റ് പറഞ്ഞു അപ്പൊ അത് അങ്ങനെ കേൾക്കും. പിന്നെ ആ സ്നേഹത്തിൽ അങ്ങനെ പോകും. പോരെ, അത്രയും പോരെ, മതിയല്ലോ.